തൃണമൂൽ കോൺഗ്രസിലെ പ്രമുഖ ന്യൂനപക്ഷ നേതാവും സംസ്ഥാന മൈനോറിറ്റി സെൽ സെക്രട്ടറിയുമായ അജ്മൽ സിദ്ദി പാർട്ടി പദവികളിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് പുറത്തേക്ക് വരുന്നത്. പാർട്ടിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ന്യൂനപക്ഷ ഭാഗത്തിൽ നിന്ന് പോലും മമതാ ബാനർജിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത്. മമത പറയുന്ന ഒരു വാക്ക് പോലും തൃണമൂലിലെ ഒരു നേതാവ് പോലും കേൾക്കുന്നില്ല എന്നതാണ് മമതയെ പോലും അത്ഭുതപ്പെടുത്തുന്നത്. രാജിവെച്ച് നേരെ BJPയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹജ്ജ് തീർത്ഥാടനത്തിന് ശേഷം തിരിച്ചെത്തിയ ഉടനെയായിരുന്നു അജ്മൽ സിദ്ദിയുടെ അപ്രതീക്ഷിതമായ രാജിപ്രഖ്യാപനം. പാർട്ടി നേതൃത്വത്തിനെതിരെയും അഭിഷേക് ബാനർജിക്കെതിരെയും കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ന്യൂനപക്ഷ നേതാവ് രാജിവെച്ചത്. അഭിഷേക് ബാനർജിയുടെ ഏകാധിപത്യ നിലപാടാണ് TMCയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തിയതാണ് സിദ്ദിയുടെ പടിയിറക്കം. 2 ദിവസം മുമ്പാണ് ഞാൻ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിയെത്തിയത്. ഈ പാർട്ടിയിൽ നിൽക്കുന്നത് വലിയ അപമാനമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. TMCയിലെ ഭൂരിഭാഗം നേതാക്കളും മോശം പ്രവൃത്തികളിലും അഴിമതികളിലും മുഴുകിയിരിക്കുകയാണ്. ദിവസേന പുതിയ അഴിമതി കഥകൾ പുറത്തു വരികയാണ്. ഇനിയും വരാനിരിക്കാൻ ഇഷ്ടം പോലെ അഴിമതി കഥകൾ പുറത്തേക്ക് വരാൻ ഇരിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ ഈ പാർട്ടിക്ക് സാധിക്കുന്നില്ല. വെറും മുഖസ്തുതി പാടുന്നവർക്ക് മാത്രമാണ് പാർട്ടിയിൽ സ്ഥാനമുള്ളത്. പാർട്ടിയുടെ ഇന്നത്തെ തകർച്ചയ്ക്ക് കാരണം മമതാ ബാനർജിയുടെ അനന്തരവനായ അഭിഷേക് ബാനർജിയാണ്. അഭിഷേകിന്റെ ഏകാധിപത്യ മനോഭാവവും പാർട്ടി പ്രവർത്തകർ നേരിടുന്ന പീഡനങ്ങളും സഹിക്കാവുന്നതിലും അപ്പുറമാണ് കാര്യങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പുള്ള വ്യാജ കേസുകൾ വരെ കുത്തിപ്പൊക്കി ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് തൃണമൂലിൽ ഇപ്പോഴുള്ളത്. എന്ന് രാജിവെച്ചതിന് പിന്നാലെ വാർത്താ ഏജൻസിയായ ANAയോട് സംസാരിച്ച അജ്മൽ സിദ്ദി തൃണമൂലിന്റെ ഇത്രയും വർഷത്തെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കൂടാതെ മമത വിളിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ പ്രത്യേക നിർണായക യോഗത്തിൽ പോലും വളരെ കുറച്ച് MLAമാർ മാത്രമാണ് എത്തിയത്. പാർട്ടിയുടെ ഔദ്യോഗിക വിഭാഗത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്ന വിരലിലെണ്ണാവുന്ന നേതാക്കൾ മാത്രമാണ് മമതയുടെ വസതിയിലേക്ക് എത്തിയത്. അഭിഷേക് ബാനർജി, ഡെറക് ഒബ്രിയൻ, ഡോളസെൽ, കല്യാൺ ബാനർജി, മാല റോയ്, സുദീപ് ബന്ദോപാധ്യായ എന്നീ 6 MPമാർ ഒഴികെ മറ്റൊരു MPയും യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നത് കനത്ത തിരിച്ചടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട 80 MLAമാരിൽ വെറും 8 പേർ മാത്രമാണ് മമതയ്ക്കൊപ്പം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. മമതയുടെ കൊൽക്കത്തയിലെ കാളിക്കാട്ട് വസതിയിൽ നിർണായകമായ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ പോലും ഭൂരിഭാഗം MLAമാരും പങ്കെടുത്തില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. വെറും 8 MLAമാരും 8 MPമാരും മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത്. പാർട്ടിയിലെ പിളർപ്പ് ഏതാണ്ട് പൂർണ്ണമായെന്ന സൂചന നൽകുന്നതാണ് മമതയുടെ വീട്ടിലെ ഈ ചുരുങ്ങിയ പങ്കാളിത്തം. നിയമസഭയ്ക്ക് പിന്നാലെ ലോക്സഭയിലും തൃണമൂൽ വലിയ പിളർപ്പിലേക്ക് നീങ്ങുകയാണെന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒരു മുതിർന്ന തൃണമൂൽ MPയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലും വിമത നീക്കം സജീവമാണ്. പാർലമെന്റിലെ 29 തൃണമൂൽ ലോക്സഭാ MPമാരിൽ 18 പേരെ ഒപ്പം കൂട്ടി യഥാർത്ഥ TMC പാർലമെന്ററി പാർട്ടി തങ്ങളാണെന്ന് അവകാശപ്പെടാനാണ് ഈ നീക്കം.